ആ പാലത്തിന്റെ പ്രത്യേകത മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൽ ഒരിടത്തും കാണല്ലേ ഇതേപോലത്തെ പാലം. അങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ. പിന്നെ മൂന്ന് പാലങ്ങളും കൂടിയാണ്. ആക്ച്വലി അതല്ല എന്റെ പ്രശ്നം. ആ പാലം കണ്ടോ, ഇവിടെ PWD കയറി അളവെടുത്തപ്പോ കുറഞ്ഞു പോയതാ, പിന്നെ രണ്ടാമത് പണിത് കയറ്റിയതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ അല്ലേ? ലോകത്ത് എവിടെയെങ്കിലും കാണോ അങ്ങനത്തെ പാലം? നമ്മുടെ സർക്കാരിന്റെ മാത്രം ഒരു ഗുണമാണ്. അവിടെ രണ്ട് കുരിശ് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സീറ്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് കേട്ടോ. ഞാൻ ആ കുരിശത്തില്ല ഉദ്ദേശിച്ചേ. ആ കാണുന്നതാണ് വല്ലാർപാടം പള്ളി. 500 വർഷത്തോളം പഴക്കമുള്ള वो जो चर्च का जो क्रॉस देख रहा है ना उधर, तो उस तरफ अभी निकल जाएगा वो 500 साल पुराना वाला चर्च है. इट्स अ टूरिस्ट प्लेस. और ये जो ब्रिज है ये 3 बड़ा आइलैंड्स को कनेक्ट कर रहा है. ये जो आइलैंड्स आया था 1524 में जो फ्लड हुआ था ना, उसी टाइम पे इधर 26 आइलैंड्स बन गया था. 26 आइलैंड्स बन गया था 1524 का फ्लड पे. उसमें 3 खास आइलैंड्स है. उसमें आप देखा भी बोलघाटी, अभी आने वाले लारबाड़ में इसके अंदर कंटेनर टर्मिनल है. वो इंटरनेशनल DP वर्ल्ड, दुबई पोर्ट वर्ल्ड, वो चलाता है. और आगे आपको दूसरा जगह मिलेगा आइलैंड, उसका नाम है व्हाइट पिट. वो जाने के टाइम पे बताएगा. അപ്പൊ നമ്മൾ ഈ 3 ഐലൻഡുകള് പ്രധാനപ്പെട്ട നമുക്ക് ഈ സൈഡിലുള്ളത്. ഇത് 1254 പ്രളയത്തിലുണ്ടായെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സോറി 1524 പ്രളയത്തില് ഉണ്ടായിരുന്ന 26 ഐലൻഡുകളിൽ 3 പ്രധാനപ്പെട്ട ഐലൻഡുകളാണ് നമുക്ക് ഈ കോസ്റ്റൽ ഏരിയയിൽ കിടക്കുന്നത്. ഒന്ന് നമ്മൾ കണ്ട ബോൾഗാട്ടി, വരാൻ പോകുന്നത് വല്ലാർപാടം, പിന്നെ മൂന്നാമതുള്ളൊരു ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. അത് നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. ഇനി പ്രധാനപ്പെട്ട നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ വിട്ടുപോയിട്ടില്ല. ഞാൻ പിന്നെ നിങ്ങളോട് ചോദിക്കാന്ന് ചോദിച്ചാൽ, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം അല്ലെ, വെള്ളത്തിലൂടെയാണല്ലോ അല്ലേ യാത്ര ചെയ്യുന്നത് അല്ലേ? ഇത് ഏത് വെള്ളമാണെന്ന് പറയാമോ? അറിയോ? നമ്മളെല്ലാരും വന്ന കൊച്ചിയിൽ അല്ലേ? മുല്ലപ്പെരിയാറോ? പുന്നമട കായലല്ല.